വയനാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരത്തിൽ പത്രിക പിൻവലിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ. പാർട്ടിയെ മുറിവേൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പിന്മാറ്റം എന്ന ജഷീറിന്റെ പ്രതികരണം. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സംഷാദ് മരക്കാരനെതിരെ മത്സരിക്കുന്ന ബിനു ജേക്കബ് അതേസമയം പത്രിക പിൻവലിച്ചിട്ടില്ല. വി ഡി സതീശനും കെ സുധാകരനും ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ അനുരഞ്ജന ചർച്ച. ഒടുവിൽ ജഷീർ പള്ളിവയൽ ജില്ലാ പഞ്ചായത്ത് തോമാട്ടുചാൽ ഡിവിഷനിൽ നിന്ന് മത്സരിക്കാൻ നൽകിയ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. ഇതിനു മുമ്പായി DCC ഓഫീസിൽ നേതാക്കളുമായി ചർച്ച. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമാകുമെന്ന് ജഷീർ പള്ളിവയൽ. സ്വാഭാവികമായും എനിക്ക് ചെറിയൊരു മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവ് എൻ്റെ പാർട്ടിക്ക് ഒരിക്കലും ഏൽക്കരുത് എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നാമനിർദ്ദേശ പത്രിക നമ്മൾ പിൻവലിച്ചിരിക്കുകയാണ്. പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞപ്പോൾ മത്സരത്തിൽ ഉറച്ചു നിന്നത് പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പൂതാടി ഡിവിഷനിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ബിനു ജേക്കബ്. എതിരാളി പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ സംഷാദ് മരക്കാർ. സാധാ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിനിധിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നത്. നിശ്ചയമായും കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകരുടെ പിന്തുണ എനിക്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. KSU ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസ് മത്സരിക്കുന്ന മീനങ്ങാടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കേരള കോൺഗ്രസ് ജോസഫ് സ്ഥാനാർത്ഥിയുണ്ട്. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൂടിയായ ലിൻഡോ കുര്യാക്കോസാണ് കേരള കോൺഗ്രസ് ജോസഫ് ടിക്കറ്റിൽ മത്സരിക്കുന്നത്. മുള്ളൻകൊല്ലി പഞ്ചായത്തിലും ബ്ലോക്ക് തലത്തിലും കോൺഗ്രസിന് വിമത സ്ഥാനാർത്ഥികളുണ്ട്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.